ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ അടുക്കളയിൽ കുറച്ച് തിരക്കിലായിരുന്നു. കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗല്ലേ, ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്ന് ഞാൻ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഇവിടെ ഫുഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കഞ്ഞി മാത്രം വെച്ചു. അപ്പോൾ അത് ഫുഡിൽ കൂട്ടാം എങ്കിലും ഞാൻ കുറച്ച് കഞ്ഞി മാത്രമാണ് വെച്ചത്. അപ്പോൾ ഞാൻ ചേട്ടനെ നോക്കാനായിട്ട് വന്നത്. ചേട്ടൻ ഇവിടെ പുറത്ത് നനയ്ക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നാളികേരം ചെരുകാനായിട്ടുള്ള ചേട്ടനെ തപ്പി നടക്കാണ് ഞാൻ. അപ്പം ചേട്ടൻ നാളികേരം കൊണ്ട് ഇവിടെ നിന്ന് വീണ് ഇട്ടുണ്ടായിരുന്നു. ഒരു നാളികേരം നാളികേരങ്ങൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് പോവാം. നാളികേരം എന്ന് വെച്ചാൽ കുറച്ച് പണികളുണ്ട്. ചായയൊക്കെ വെക്കൽ കഴിഞ്ഞു, ചോറ് ഇതൊക്കെ അടുപ്പൊക്കെ കത്തിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നേരത്തെ കണ്ട മുല്ലപ്പൂ മൊട്ട് വിരിഞ്ഞു കേട്ടോ. മുല്ലപ്പൂ മൊട്ടുകൾ, ധാരാളം മുല്ലപ്പൂ മൊട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് കൊണ്ട് നടക്കുകയാണ്. കാരണം ആ വേസ്റ്റ് നമ്മുടെ കാക്കയ്ക്ക് പ്രിയപ്പെട്ടത്. കാക്ക കുറേ നേരം വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. കണ്ടോ, അവിടെ കാക്ക വന്നു. ഞാൻ അങ്ങോട്ട് ചെന്നില്ല, അതവിടെ ഉണ്ട്, കാക്കയുണ്ട്. അപ്പോൾ ചേട്ടൻ വേസ്റ്റ് അവിടെ കൊണ്ട് കളഞ്ഞതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ കാക്കയ്ക്ക് ഇഷ്ടമാകുമല്ലോ. കാക്ക ചേട്ടൻ്റെ പെറ്റാണ്. രാവിലെ നേരം വിളിക്കുമ്പോഴേക്കും ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ വിളിക്കാൻ തുടങ്ങും, അതേപോലെയാണ്. അപ്പോൾ പിന്നെ ചേട്ടൻ വേഗം വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കും. നമ്മൾ രാത്രിയിൽ വേസ്റ്റ് കളഞ്ഞു വെക്കാറുണ്ട്. പക്ഷേ ഇന്നലെ പൈനാപ്പിൾ ഫ്രൂട്ട്സ് ആണല്ലോ ഇന്നലെ രാത്രിയിൽ കഴിച്ചത്. അപ്പോൾ അതും ഒക്കെ നമ്മൾ പൈനാപ്പിളും പേരയ്ക്കൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അത് കാരണം അത് കൊണ്ട് കളയാനായിട്ടാണ് ഇപ്പോൾ ചേട്ടൻ പോയത്. ഇനിയിപ്പോൾ ഓരോരോ പണികളിലേക്ക് നമുക്ക് കിടക്കണം. ചേട്ടൻ ഓഫീസിൽ പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും. അങ്ങനെ ഞാനും ചേട്ടൻ്റെ കൂടെ അടുക്കളയിലേക്ക് അങ്ങ് കയറി വന്നു. ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ടി വി വെച്ചത് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്ത് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് ഇന്ന് സാമ്പാറും അവിയലൊക്കെ വെക്കണം എന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ നാളെ സാമ്പാറും അവിയലൊക്കെ കഴിച്ചിട്ട്. നമ്മൾ പുറത്ത് പോയപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ കുറേ നാളെ അവിയലൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം നുറുക്കി പാത്രത്തിലാക്കി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്ന് എനിക്ക് നാളികേരം നന്നായിട്ട് ചെരുക്കി തന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ജീരകവും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെയാണ് നമ്മൾ പച്ചക്കറികൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് കൂടി ഒഴിച്ച് വെച്ച് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് നാളികേരത്തിനൊപ്പം വേവിക്കാനായിട്ട് വെക്കും. അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുക. അപ്പം എന്നിട്ട് നല്ല പോലെ തട്ടിപ്പൊത്തി ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം, പുളി ഒഴിച്ചതുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം, കഷ്ണങ്ങൾ അധികം വേവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുത്തിട്ട് തട്ടിപ്പൊത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കിയെടുത്ത് മറച്ചു വെക്കും കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ്റെ നാളികേരം ചെറികൾ മൊത്തം കഴിഞ്ഞു. കാരണം കുഞ്ഞു നാളികേരങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം ഒരു നാളികേരം എന്ന ആൾക്ക് കണക്കുള്ളൂ. അതിനും കൂടുതൽ നാളികേരം എനിക്ക് ചെരുക്കി തരില്ല. ഇവിടെ ഗ്രൈൻഡർ ഉണ്ട്, പക്ഷെ ആൾ സമ്മതിക്കുന്നില്ല. ഞാനുള്ളപ്പോൾ എന്തിനാ, പക്ഷെ കൈയും കാലൊക്കെ ഇങ്ങനെ പിടിച്ച് സമ്മതിപ്പിക്കണം, എന്നാലും സമ്മതിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അവിയലങ്ങ് മൂടി വയ്ക്കും, സിമ്മിലാക്കി വയ്ക്കും, തീ സിമ്മിലാക്കി വയ്ക്കും. എന്നിട്ട് അങ്ങനെ തന്നെ നമ്മുടെ ആ കുക്കറിൻ്റെ ജാറങ്ങ് കഴുകി മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഇത് അവിയലിൻ്റെ ഇതൊക്കെ ആവിയൊക്കെ വന്നു റെഡിയായി. ഒരു 2-3 മിനിറ്റോ മാത്രമേ ഞാൻ അങ്ങനെ വെക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വല്ലാണ്ട് നാളികേരം എന്ത് പോയാലും ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയും അതേപോലെ മുരിങ്ങക്കായും പിന്നെ അവിയലിലേക്ക് ഇട്ട നേന്ത്രക്കായും ഒക്കെ കൂടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നല്ല സാമ്പാർ ഉണ്ടാക്കണം. എനിക്ക് സാമ്പാറിൽ നേന്ത്രക്കായ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് സ്വാദാണ്. ചേട്ടൻ എന്താ ചെയ്യണേ? അതാരോ ബെല്ലടിക്കുന്നുണ്ട്. എന്നിട്ട് ചിന്ന മുല്ലയുടെ കട വൃത്തിയാക്കാണോ? മുല്ലയുടെ ചുവട്ടിൽ പാമ്പ് വരും എന്ന് പറഞ്ഞിട്ടാണ് മുല്ലയുടെ കട വൃത്തിയാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയണേ. മുല്ല പൂത്ത കാരണം നല്ല പാമ്പുകളൊക്കെ വരും എന്നാണ് പറയണത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. അങ്ങനെ അനുഭവങ്ങളുണ്ടോയെന്ന്. ഉണ്ടെന്നാണ്
പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ വൃത്തിയൊക്കെ ഇടുകയാണ് ചേട്ടൻ. ചേട്ടന് പിന്നെ കാലത്ത് ചേട്ടൻ ഇങ്ങനത്തെയൊക്കെ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് അങ്ങനത്തെ പണികളൊന്നും കിട്ടാറില്ല. ഏട്ടൻ്റെ ഫോൺ അലാമല്ല സോറി കോൾ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ആരോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് വീണ്ടും തിരിച്ചെത്തി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചത് ഒന്ന് ആവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായംപൊടിയൊക്കെ ചേർത്ത് വറുത്തെടുക്കൂട്ട. അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ TV ഓഫ് ചെയ്യുന്നില്ല. എനിക്ക് അതിനുള്ള ഒരു ഇത് വന്നില്ല. അപ്പോൾ വേഗം അത് വറുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കും. നമ്മുടെ സാമ്പാർ പൊടി, ഞാൻ സാമ്പാർ പൊടി വേറെ വാങ്ങിച്ച് ചേർക്കാറില്ല. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേ ചീനച്ചട്ടി തന്നെ കേട്ടോ. എന്നിട്ട് കടുക്, വറ്റൽമുളക്, ഉലുവ, അത് കുറച്ച് കായംപൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ നുറുക്കി വെച്ച നമ്മുടെ വെണ്ടക്കായ അങ്ങ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് വെക്കും. എന്നിട്ട് നമ്മൾ അത് ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് തിളപ്പിക്കും കേട്ടോ. അത് ഒഴിക്കുക, അതായത് ഇപ്പം ഞാൻ കലത്തിൽ നിന്ന് വെള്ളം എടുത്തത് പച്ചവെള്ളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം തിളച്ചിരിക്കണം. അപ്പോൾ ഞാനത് അതിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് വേഗം തിളപ്പിക്കും. അപ്പോൾ പിന്നെ അധികം സമയം വേണ്ടല്ലോ തിളയ്ക്കാനെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് കുറുകി വരും. ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കുക്കറിലേക്ക് വീണ്ടും അത് ഒഴിച്ച് നല്ല പോലെ ഇളക്കി എടുത്ത് എന്നിട്ട് വീണ്ടും കുക്കർ ഒന്ന് പിച്ചെടുക്കൂട്ടോ. നല്ല ടേസ്റ്റി സാമ്പാറായിരുന്നേ, നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ചതിന് ശേഷം എന്താ അവിയൽ കണ്ടോ, നല്ല കുറച്ച് മുളക് പൊടിയും ആ പച്ചമുളകും ഇതൊക്കെ എടുക്കണം. ആ ഒരു ഓറഞ്ച് കളറ് വരണം. ഓറഞ്ച് അല്ല, ഒരു മഞ്ഞ ഓറഞ്ച്, ഒരു പ്രത്യേക തരം കളർ. അത് നല്ല രസമാണത്, നല്ല ടേസ്റ്റാണ്. ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു എൻ്റെ അവിയൽ. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയത്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയത് കേട്ടോ. അത്രയും ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാനത് ഇളക്കി കൊടുക്കും. എണ്ണയൊക്കെ കണ്ട നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചത് അങ്ങ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പരുവം. കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞിട്ടുമില്ല. അപ്പോൾ അതൊക്കെ എല്ലാ കഷ്ണങ്ങളും നല്ലപോലെ വെന്തിട്ടുണ്ട്. ചേനയും കായും പയറും ക്യാരറ്റും പിന്നെ ഒത്തിരി കുമ്പളങ്ങയും മത്തങ്ങയും മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മുരിങ്ങക്കായ ചേർക്കാനായിട്ട് മറന്നതുകൊണ്ടാണ് ഞാൻ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഞാനത് തട്ടിപ്പൊത്തി അങ്ങ് വെക്കും. അത് എന്നിട്ട് ഇങ്ങോട്ട് മൂടി വയ്ക്കുന്നത്. ഇനി ആവശ്യത്തിന് എടുത്ത് ഇപ്പോൾ ഏട്ടൻ ചോറ് മാത്രമൊക്കെ ഇരിക്കുകയാണ്, ഞാൻ അതൊക്കെ ചേർക്കണം ഇതെല്ലാം. പിന്നെ ഞാൻ സാമ്പാർ റെഡിയാക്കിയത് കാച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും തുറന്ന് നോക്കിയപ്പോൾ നല്ല വാസനയായിരുന്നേ. കായത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ലിങ്ങനെ പറയാൻ പറ്റണില്ല, അത്ര സ്വാദായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടാട്ടോ ഇന്ന് ഞാൻ കറിയും ഒക്കെ ഉണ്ടാക്കിയത്. ഇത്രയും സ്വാദോട് കൂടി അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ സ്വാദോട് കൂടി എനിക്ക് കറി വയ്ക്കാനായിട്ട് സാധിക്കാറുള്ളൂ കേട്ടോ. അവിയലും പപ്പടവും സുടുസുടാ ചോറും എല്ലാം കൂടി ഞാനൊന്ന് ഉച്ചയ്ക്കങ്ങ് എൻ്റെ പോലോ ഒരു പിടി അങ്ങ് പിടിച്ചോട്ടെ. ഞാൻ കഴിച്ചിട്ടാ പറയണേ. അജിന്ത്യ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.